ഹായ് എവരിവൺ, ശിവതൻ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ, നിങ്ങൾ എന്താണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നോക്കാം. ഇവിടെ ഓവറോൾ എനർജി വന്നത് ഒരു നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജി എന്ന് പറയുമ്പം ഒരു സ്ട്രോങ് അട്രാക്ഷനെ സൂചിപ്പിക്കുന്നു. ഹേർട്ട് എന്ന് പറയുന്നത് ഒരു ദിശയിലും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മറ്റൊരു ദിശയിലും ആണ്. റിലേഷൻഷിപ്പിൽ ഒരു പാഷൻ, ഒരു അട്രാക്ഷൻ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അൺസ്റ്റേബിൾ ആയിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയിലേക്ക് പോകാം, ചിലപ്പോൾ ചിന്തിക്കുന്നത് എല്ലാത്തിൽ നിന്ന് അകന്ന് മാറി നിൽക്കാം എന്നുള്ള ഒരു തോന്നൽ. ഇവിടെ ആദ്യം തന്നെ കാണുന്ന ഒരു 4 of Wands എനർജി. 4 of Wands എനർജി സ്റ്റെബിലിറ്റിയാണ്. ഒരുപാട് സന്തോഷം നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നുപോയ വ്യക്തികളായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നു. ഒരുപാട് ഫാമിലിയും സന്തോഷകരമായ ഒരു ജീവിതത്തിലൂടെയൊക്കെ കടന്നുപോയി, എല്ലാവരും ഒരുമിച്ചുള്ള ആഘോഷങ്ങളിൽ പങ്കെടുത്തു. അത്തരം ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തി കളഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. എല്ലാവരും നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മുതലെടുത്ത് നിങ്ങളെ ഒഴിവാക്കപ്പെട്ട ഒരവസ്ഥ, ഒറ്റപ്പെടുത്തിയ ഒരവസ്ഥയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ആഘോഷങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ടാവും. അവരുടെ ആവശ്യം കഴിഞ്ഞ് അവരുടെ കാര്യം നോക്കി പോയിട്ടുണ്ടാവും. ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കാൻ നിങ്ങളും മാത്രമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. നിങ്ങളുടെ കൂടെ നിൽക്കാനോ സഹായിക്കാനോ ആരുമില്ലാത്ത ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയാണെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ എല്ലാവരും സന്തോഷിക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ ഒരു ഭാഗമാകാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. മനസ്സിലെ വേദന ഉള്ളിൽ ഒതുക്കി നിങ്ങൾ അത് പുറമെ കാണിക്കാതെ എല്ലാവരുടെയും കൂടെ കളിയും ചിരിയുമായി സന്തോഷവുമായി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. പലരിൽ നിന്നും ഒരുപാട് ചീറ്റിംഗ് കിട്ടിയ ഒരു സാഹചര്യം തന്നെയാണ്. നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാകാം, ചിലപ്പോൾ നിങ്ങൾ ജോലി സംബന്ധമായ സ്ഥലങ്ങളിലാകാം, എവിടെ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് ചീറ്റിംഗ് കിട്ടിയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചിലുണ്ടാക്കി എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കും എന്ന് ചിന്തിച്ചു നിൽക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വേദന, മനസ്സിലുള്ള വേദന മറ്റുള്ളവർ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവർ പറയാൻ മടിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നിൽക്കുന്ന സാഹചര്യത്തിലായാലും ഫാമിലിയിലായാലും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അത്തരം ഒരു അനുഭവങ്ങളാണ് നിങ്ങൾക്കുണ്ടായത്. കാരണം എല്ലാവരും കൂടെ നിന്ന് ചതിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് ഒരു സപ്പോർട്ടിന് ആരുമില്ലാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല പുതിയ തീരുമാനങ്ങളും മനസ്സിൽ എടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ തീരുമാനങ്ങൾ മറ്റാരെയും അറിയിക്കേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് വേദന ഉള്ളിൽ ഒതുക്കി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ടേക്ക് തന്നെ പോകുന്നു. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിന്റെ ധൈര്യം കൈവിട്ടിട്ടില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മുമ്പോട്ടേക്ക് തന്നെ പോകുന്നു, കരയാൻ പോലും കഴിയാത്തൊരവസ്ഥ. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മുമ്പിൽ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ഭാരങ്ങൾ, ഫാമിലി ഇഷ്യൂസ്, ഇതൊക്കെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഒറ്റയ്ക്കാണ്, ആരും കൂട്ടിനില്ലാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലെ ദുഃഖം മറച്ചു വെക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ടോട്ടലി ചേഞ്ച് ആക്കിയത് ഇപ്പോഴുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യമായി, നിങ്ങൾ സ്നേഹിച്ച വ്യക്തി കാരണമായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയിലൂടെയാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയത്. നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ റിയാലിറ്റി, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ വ്യക്തിത്വം എല്ലാം ഈ ഒരു വ്യക്തി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളോ വ്യക്തികളോ മുഖേനയാണ് മനസ്സിലാക്കിയത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയും കിങ് ഓഫ് കപ്സിന്റെ എനർജിയും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ തമ്മിൽ ഒരു ഏറ്റവും അടുത്തൊരു ബന്ധമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അല്ലെങ്കിൽ അത്തരം ഒരു ബന്ധമുള്ള വ്യക്തി, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണ്. മനസ്സിൽ നിന്ന് വിട്ടു കളയാൻ കഴിയാത്ത ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും
ഈ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയുന്നില്ല. ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. ഈ വ്യക്തിയുമായി ഒരുമിച്ചൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരവസ്ഥ, ഒറ്റപ്പെടലിന്റെ ഒരവസ്ഥ, മനസ്സിന്റെ വിഷമങ്ങളോ വേദനകളോ പുറത്തറിയിക്കാതെ കൊണ്ട് നടക്കുന്നു, മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മാനസികമായ ഇഷ്ടത്തിന് പുറമെ ഒരു ഫിസിക്കൽ ഒരു ഇഷ്ടം നിങ്ങൾ തമ്മിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി, നിങ്ങളുടെ എനർജി, മാനസികമായ സന്തോഷം, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ വരാൻ കാരണം ഈ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ അത്രയും വേദനയാണ് അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് രാത്രി കരയുന്ന ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത്. എന്ത് ചെയ്യും, ഒരുപാട് പുറത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം, അത്തരം ഒരു സിറ്റുവേഷനാണ്. ഒരുപാട് വേദനിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി ഒരുപാട് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം തന്നെ കാണുന്നത്. എന്തൊക്കെ വേദനകളും വിഷമങ്ങളും ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ആ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തിയെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇഷ്ടം പറയാൻ വേണ്ടി നിങ്ങൾ ആരോടും ഇതുവരെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ഒരു ഇഷ്ടം ഇതുവരെ പുറത്ത് പറയാൻ അതേ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ച് കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് പറയണം എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള വ്യക്തികളാണ്. വേദനകൾ ഉണ്ടെങ്കിലും കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് കടക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ ആഗ്രഹം പുറത്ത് പറയണമെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കുന്നതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ മുന്നിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ ഉള്ളതായിട്ട് കാണാം. തടസ്സങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഈ നെഗറ്റീവായ ചിന്താഗതികൾ, നിങ്ങളുടെ വേദനകൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങളിലെ തടസ്സങ്ങൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വേദനകൾ മാറ്റി പുറത്ത് കടന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം, നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന പുതിയ പ്രതീക്ഷകൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളിലെ ബ്ലോക്കേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വേദനകളും നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് വരിക. നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങളിലെ വേദനകളാണ്, അതിൽ നിന്ന് പുറത്ത് കടക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളെ പ്രതീക്ഷിച്ച് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളാണ് വരാനിരിക്കുന്നത് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്ട്രഗ്ലിങ്ങിന്റെ എൻഡിങ് ആണ് ഇപ്പോഴുള്ള ഈ വേദനകൾ, വിഷമങ്ങൾ. നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്നതിന്റെ ഇരട്ടി നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പല കാര്യത്തിനും വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു അതുപോലെയുള്ള ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്കിനി അത് ശരിയാകുമോ ഇല്ലയോ, അത്തരം ചിന്താഗതികൾ നിങ്ങളിൽ നിന്ന് മാറ്റണം. നിങ്ങൾക്ക് വരേണ്ടത് നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് വരേണ്ട കാര്യങ്ങൾ ഡിലേ ആവുന്നത് അവിടെ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൂടെ മാറ്റിയെങ്കിൽ നിങ്ങൾ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളിലേക്ക് വരേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ജോലി സംബന്ധമാകാം, സാമ്പത്തികമാകാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതമാകാം, എന്തുമാകാം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് കടക്കാൻ ഇനി അധിക സമയമില്ല, അധിക ദൂരമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിൽ ഇത്തരം വിഷമങ്ങളും വേദനകളും നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങളുടെ കണ്ണീര് തുടച്ച് മുന്നോട്ട് വരാനാണ് പറയുന്നത്. എന്നാൽ യൂണിവേഴ്സ് വെച്ച് നീട്ടുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നതായിട്ട് കാണാം. ചില വ്യക്തികൾക്ക് പാസ്റ്റിലുണ്ടായ പ്രണയം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ചില ആളുകൾക്ക് മറ്റൊരു വ്യക്തി, പുതിയൊരു വ്യക്തി, അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ മനസ്സ് മാറി പുതിയൊരാളായിട്ട് ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ പുതിയ പ്രണയം പറയുന്നതായിരിക്കാം. അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് വിഷമം പിടിച്ച കാര്യങ്ങളാണ് ജീവിതത്തിൽ കൂടെ കടന്നു പോയത്, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. ആരും സപ്പോർട്ട് ഇല്ലാതെയും ആരുടെ സ്നേഹം കിട്ടാതെയും ഒറ്റയ്ക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ഒരു അവസ്ഥ, എല്ലാവരും തഴയപ്പെട്ട അവസ്ഥ, അങ്ങനെ ഫാമിലിയിൽ നിന്നായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നായാലും എല്ലാത്തിൽ നിന്നും ഒരു തഴയപ്പെട്ട ഒരു അവസ്ഥ, ഒറ്റപ്പെടലിന്റെ അവസ്ഥ, കരഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ്. നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്നു എന്നിവിടെ കാണുന്നുണ്ട്. ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ഈ വേദനയും വിഷമവുമായി ഇരുന്നാൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്താതെ പോകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ജോലിയായിരിക്കാം, നിങ്ങളുടെ പഠിത്തമായിരിക്കാം, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം,
ഒരുപാട് നിങ്ങൾ നല്ല ഭദ്രതയോടെ കെട്ടുറപ്പോടെ കൊണ്ടു നടന്ന പല കാര്യങ്ങളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. കാരണം നിങ്ങളുടെ ഈ മാനസികാവസ്ഥയാണ് നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്, മുന്നോട്ട് പോകാൻ സമ്മതിക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ടാകും. ഈ വേദന, വിഷമങ്ങൾ, നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മാത്രം സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത് അത് നന്നായി സംരക്ഷിച്ച് നിങ്ങൾ എന്താണോ ഇപ്പോൾ നിർത്തിവെച്ചത്, നിങ്ങൾ എന്താണോ മുന്നോട്ട് കൊണ്ടുപോകാൻ വേദനയും വിഷമവും ആയി നിൽക്കുന്നത്, അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത്, നന്നായി സംരക്ഷിച്ച് കൊണ്ടുപോകാൻ. അപ്പൊ ഇപ്പൊ അത് അങ്ങനെ നിർത്തിവെച്ചാൽ ആ ഇത് പിന്നെയും നന്നാക്കി എടുക്കാൻ പിന്നെയും ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത് അപ്പൊ ഇപ്പൊ ഉള്ളതും കൂടെ കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തീർക്കണം. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറണം, നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾ ആരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ, നിങ്ങളെ കുറ്റം പറഞ്ഞ് പല തരത്തിലും നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടോ, നിങ്ങൾ ഒരുപാട് വേദനിച്ച ഒരു അവസ്ഥയെ അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിന്ന സ്ഥലത്തെ അവരെത്തണമെങ്കിൽ, അതായത് നിങ്ങൾ എത്ര വേദന അനുഭവിച്ച് ആ വ്യക്തികളെ കാത്തിരുന്നോ, അല്ലെ ആ വ്യക്തിയെ കാത്തിരുന്നോ, ആ സ്ഥലത്ത് അതേ ഫീലിങ്സോട് കൂടി ആ വ്യക്തിയും എത്തണം. അതിനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അവർ നിങ്ങളെ വില കുറച്ച് കാണും. ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ജോലി നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു, ജോലി നഷ്ടപ്പെട്ട, സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചെയ്യാത്ത തെറ്റുകൾക്ക് കുറ്റം ചുമത്തപ്പെടുന്ന ഒരവസ്ഥ, എല്ലാത്തിൽ നിന്നും ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരവസ്ഥ. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നിങ്ങനെ നിങ്ങൾ സ്വയം ചോദിക്കുന്നുണ്ടാകും. നിങ്ങൾ മുന്നോട്ടുള്ള വിജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആ ഒരു അവസരത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല എന്നുകൂടി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ വേദന മാത്രമാണ് താങ്ങി നിൽക്കുന്നത്. മുന്നോട്ട് നടന്നാലുള്ള ആ വെളിച്ചത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. പാസ്റ്റിലെ നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഉള്ളുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ആ സന്തോഷം നിങ്ങളിൽ വന്നാലേ നിങ്ങളിലേക്ക് ജീവിതത്തിലേക്ക് വെളിച്ചം വരികയുള്ളൂ. 5 ഓഫ് പെന്റിക്കിൾ എനർജി. അപ്പം ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നത് പുറത്ത് കടക്കൂ, വെളിച്ചത്തിലേക്ക് വരൂ, പ്രകാശത്തിലേക്ക് വരൂ. നിങ്ങൾ ഈ വേദനയിൽ ഇരിക്കേണ്ട വ്യക്തികളല്ല, പുറത്തേക്ക് കടക്കൂ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് കടക്കൂ, പുതിയ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ദൃഷ്ടിദോഷമൊക്കെ കിട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തികളെ എല്ലാ കഴിവും എല്ലാ രീതിയിലും മറ്റുള്ളവരുടെ ഇടയിൽ എല്ലാ രീതിയിലും ഒരു അട്രാക്റ്റീവായ വ്യക്തികളായിട്ട് ഇവിടെ കാണുന്നത്, അല്ലെങ്കിൽ നല്ല ബുദ്ധി കഴിവ് ഉള്ള ഒരു വ്യക്തികളായിട്ടാണ്, ഒരു ക്യൂവിനെ പോലെ അല്ലെങ്കിൽ കിങ്ങിനെ പോലെയുള്ള ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രീതിയിലായി കിട്ടാൻ സാധ്യതയുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. ചില വ്യക്തികളെല്ലാം ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിൽ, ചിലങ്കിൽ ഡിവോഴ്സ് ആയ വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ സെപ്പറേഷനിൽ നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മക്കളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തികൾ, മാരേജ് ചെയ്യാതെ, അങ്ങനെ കുറേ അധികം വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് അത്രയും കഴിവുള്ള പവറുള്ള വ്യക്തികളാണ്. ആ കരിയറിലേക്ക് ഫോക്കസ് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും. നിങ്ങൾ സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയ വ്യക്തികളാണ്. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. നിങ്ങൾ ഇപ്പോഴത്തെ ഈ വിഷമാവസ്ഥ കാരണമാണ് പല കാര്യങ്ങളും മാറ്റി വെക്കുന്നത്, നിർത്തി വെക്കുന്നത്, നിങ്ങളിലേക്ക് വരേണ്ട പല കാര്യങ്ങൾക്കും തടസ്സവും ഉണ്ടാകുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, പല മാറ്റങ്ങളും ജീവിതത്തിൽ വരേണ്ട ഒരു സമയമായിട്ട് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. നിങ്ങൾ ഹാങ്ഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹാങ്ഡ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു ഹാങ്ഡ് സിറ്റുവേഷനിൽ നിന്ന് മാറി നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഫ്രീ ആയി സമാധാനമായി ഈ വിഷമത്തിൽ നിന്ന് മാറി സന്തോഷത്തിലേക്ക് കടക്കൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളെ തേടി വരുന്ന ഒരു സമയമായിട്ട് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷനായ വ്യക്തി തന്നെയാണ് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത്. ആ വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ സമയമാണിത്, നിങ്ങൾക്കുള്ള സമയമാണ്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് ഒരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരും. നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള വ്യക്തികളാണ്. നിങ്ങൾ ഇപ്പോൾ ഹാങ്ഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ കൂടുതലുള്ള വ്യക്തികളായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ നല്ല കഴിവുണ്ട്. നിങ്ങൾ ഈ വിഷമാവസ്ഥയിൽ പുറത്തു കടക്കൂ. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ ഒരുപാട് നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ ചതിക്കുന്ന വ്യക്തികൾക്ക് പുറമെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട്. അവരെ തിരിച്ചറിയൂ. ഈ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പുറത്തു കടക്കുന്നതായിട്ട് അവിടെ കാണാൻ നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആയ വ്യക്തി നിങ്ങളെ തേടി വരും. നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് അകന്ന വ്യക്തി നിങ്ങളെ തേടി വരും. എല്ലാവരുടെയും മേൽ ഒരു ഡിവൈൻ കണ്ണുണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. എപ്പോഴും ഏത് നിമിഷവും കാലചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് എപ്പോഴാണ് ആർക്ക് നേരെയാണ് വന്നു നിൽക്കുക എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വേദനിക്കേണ്ട സമയമല്ല, അതിൽ നിന്ന് പുറത്തു കിടക്കേണ്ട സമയമാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നേരത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ കടന്നു വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ദുഃഖത്തിൽ നിന്ന് മാറിപ്പോകൂ. നിങ്ങളുടെ വേദനയും കഷ്ടപ്പാടും പ്രപഞ്ചശക്തി കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ ആകണമെങ്കിൽ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നന്നായിട്ട് എഫേർട്ട് വേണം. നെഗറ്റിവിറ്റി കളയുക. കുറെ കാലം കാത്തിരിക്കുന്ന സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.